ഹലോ, നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ചിക്കൻ, ഉരുളൻകിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സവോളയാണ്. സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. പിന്നെ മസാലയായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയുണ്ട്, പിന്നെ ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുരുമുളക് പൊടി, എണ്ണ, മഞ്ഞൾപ്പൊടി. ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വീട്ടിൽ തന്നെ അരച്ചാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കാരണം അത് കുറച്ച് നേരം നാളെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു പാൻ വെച്ചു, പാൻ ചൂടായി അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ച സവോള എത്രത്തോളം കനം കുറച്ച് അരിയാവും അത്രത്തോളം കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സവോളയ്ക്കകത്ത് കുറച്ച് ഉപ്പിടാം. അപ്പം സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും, അതിനായിട്ടാണ് ഉപ്പിടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതൊരു ബ്രൗൺ കളറിലേക്കാവും. ബ്രൗൺ കളറിലേക്കാവുമ്പോഴത്തേക്കും നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉരുളൻകിഴങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. പതുക്കെ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറി വരുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച ആ പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്കകത്ത് ഇത് കഷ്ണമായിട്ട് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് നല്ലതാണ്. പിന്നെ കറിക്ക് നല്ല ഫ്ലേവറും ഉണ്ടാകും. ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഉരുളൻകിഴങ്ങുമായിട്ട്. ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻസിന് ഇതുപോലെ തന്നെ നമുക്ക് സിമിലറായിട്ട് മസാലക്കറി ഉണ്ടാക്കാൻ പറ്റും. ഈവൻ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും ചിക്കൻ ഇല്ലാത്ത സമയത്ത് ചിക്കൻ കഴിക്കാൻ തോന്നുവാണെങ്കിൽ അതൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഭയങ്കര സിമിലറാണ് ഇതുമായിട്ട്, പക്ഷേ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ടു. ഇനി ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ആദ്യം ആവശ്യത്തിന് സവോള വഴറ്റാനുള്ള ഉപ്പ് ചേർത്തുള്ളൂ. ബാക്കിയുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആ ചിക്കൻ്റെ ആ കഷ്ണങ്ങളുടെ നെഗത്തെ ലെവലിൽ മതി, കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പിന്നെ നമ്മളിത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ച് തീ കുറച്ചാണ് വെക്കുന്നത്. അപ്പോൾ പതുക്കെ ഇരുന്നത് ആവിയും കൂടെ കൊണ്ട് നന്നായി വെന്ത് വരും. അപ്പോൾ നമ്മുടെ നല്ല കുറുകിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്.